2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിവേഗം ബഹുദൂരം എന്ന ശൈലിയിലാണ് UDFും കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുക, എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം നടത്തുക, സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ കളത്തിലിറക്കുക എന്നൊരു പദ്ധതിയാണ് UDF നേതൃത്വം ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ജനുവരി 15-നകം തന്നെ മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയാക്കുവാനാണ് നേതൃത്വം ഇപ്പോൾ പദ്ധതിയിടുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ വിവിധ സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ സജീവമാക്കണമെന്ന ആഗ്രഹവും UDF നേതൃത്വവും വിവിധ ഘടകകക്ഷികളും ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പാർട്ടികൾക്കുള്ളിലും മുന്നണിക്കുള്ളിലും അനൗപചാരികമായ സ്ഥാനാർത്ഥി നിർണയ സീറ്റ് വിഭജന ചർച്ചകൾ കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ ഒരു നേതൃയോഗം ജനുവരി 4-5 തീയതികളിലായി വയനാട്ടിൽ ചേരുന്നുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിലെ പത്തനംതിട്ട എന്ന ചെറു ജില്ലയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ അന്തിമഘട്ടത്തിൽ എത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നാം ഓർക്കണം, പത്തനംതിട്ട ജില്ലയിൽ കേവലം 5 സീറ്റുകളുള്ളതിൽ 2021 ഒരു സീറ്റ് പോലും UDFിന് വിജയിച്ചു കയറുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ തകിടം മറിക്കുവാനും 5-ൽ 5ഉം പിടിക്കുവാനുമുള്ളൊരു പദ്ധതിയാണ് പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ശബരിമലയുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഈ ഒരു അവസരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് പരമാവധി സീറ്റുകൾ, കഴിയുമെങ്കിൽ മുഴുവൻ സീറ്റുകളും വിജയിക്കുവാനായാൽ അത് സംസ്ഥാന ഭരണം പിടിക്കുന്നതിൽ നിർണായകമാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് UDF നേതൃത്വങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 2021 കണക്ക് നോക്കിയാൽ പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളിൽ 4 കോൺഗ്രസും 1 കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമാണ് മത്സരത്തിനിറങ്ങിയത്. ഇത്തവണയും ആ ഒരു ഇക്വേഷനിൽ മാറ്റം വരാനിടയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരിക്കും UDFിന് വേണ്ടി മത്സരത്തിനിറങ്ങുക. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജാതി, മത, സാമൂഹ്യ, സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കോൺഗ്രസും UDFും ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുക കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ അവരുടെ ജില്ലാ പ്രസിഡൻ്റായ UDFിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് വർഗീസ് മാമനായിരിക്കും. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയോജക മണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിൽ പൊതുവിലും ഉജ്ജ്വലമായ പ്രകടനം ജോസഫ് ഗ്രൂപ്പ് കാഴ്ചവെച്ച ഒരു ജില്ല കൂടിയാണ് എന്നതും ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അവിടെ മാത്യു ടി തോമസിനെ സ്ഥിരമായി വിജയിപ്പിക്കുന്നത് മർത്തോമ സമുദായത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിർണായക സ്വാധീനമാണ്, അല്ലെങ്കിൽ മർത്തോമ സമുദായത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന നിർണായകമായ പിന്തുണയാണ്. ഇതുകൂടി ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ് UDF ഇവിടെ വർഗീസ് മാമനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. മാത്യു ടി തോമസിൻ്റേതുപോലെ തന്നെ വർഗീസ് മാമൻ്റെ പിതാവും ഒരു മർത്തോമ സഭാ വൈദികനാണ്. ഇതിനു പുറമെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവും മർത്തോമ സമുദായത്തിലെ വൈദികരാണെന്നുള്ളതും മുൻപ് സമുദായത്തിൻ്റെ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വർഗീസ് മാമന് അഡീഷണൽ ക്വാളിഫിക്കേഷനുകളായി തിരുവല്ലയിൽ ഉയർന്നു വരുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണെങ്കിലും തിരുവല്ല സീറ്റിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വർഗീസ് മാമൻ മത്സരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന റാന്നി സീറ്റിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതാണ്ടൊരു അന്തിമ രൂപരേഖ തയ്യാറായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് വളരെ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച് ആലോചിച്ച് നടപ്പാക്കാനിരുന്ന ഒരു പാക്കേജാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന റാന്നി ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ആരോൺ ബിജിലി പനവേലിയെ മത്സരിപ്പിച്ച് വിജയിച്ചത്. അതുപോലെ തന്നെ റാന്നി സീറ്റിൽ നിന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയിട്ടുള്ള റിങ്കു ചെറിയാന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം ഉണ്ടാവില്ല എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാമുദായിക സമവാക്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് ഇവിടെ പ്രബല സാന്നിധ്യമായ നായർ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ റാന്നി സീറ്റിലേക്ക് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്, ഏറെക്കുറെ ഉറപ്പിച്ചു എന്ന് പറയുന്നത് KPCC ജനറൽ സെക്രട്ടറിയായ പഴകുളം മധുവിൻ്റെ പേരാണ്. നായർ സമുദായത്തിൻ്റെ പ്രതിനിധി എന്നതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസ്സുകാർക്ക് സുപരിചിതനായ ഒരു നേതാവാണ് പഴകുളം മധു. KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുപ്പക്കാരൻ എന്ന ആനുകൂല്യവും പഴകുളം മധുവിന് ഇവിടെ ഗുണം ചെയ്യുന്നുണ്ട്. ഇവിടെ പരമ്പരാഗതമായി കോൺഗ്രസ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരുന്നത് വിവിധ സ്ഥാനാർത്ഥികളുടെ കുടുംബങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന കുടിപ്പകയുമാണ് UDFിൻ്റെ വിജയസാധ്യതകൾക്ക് പതിറ്റാണ്ടുകളായി റാന്നിയിൽ മങ്ങലേൽപ്പിക്കുന്നത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്.
പാർട്ടിയിലെ സീനിയർ നേതാവായ പഴകുളം മധു റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിനിറങ്ങിയാൽ അവിടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഒത്തൊരുമയോട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന റിങ്കു ചെറിയാന് വരാനിരിക്കുന്ന പുനഃസംഘടനയിൽ DCC അധ്യക്ഷ പദവി നൽകിക്കൊണ്ട് ഒരു പാക്കേജാണ് അണിയറയിൽ തയ്യാറാകുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ സംവരണ മണ്ഡലമായ അടൂരിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ മത്സരം കാഴ്ചവെച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന MG കണ്ണനാണ്. സംസ്ഥാനത്തെമ്പാടും അലയടിച്ച ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് നേരിയ വോട്ടുകൾക്ക് ഡെപ്യൂട്ടി സ്പീക്കറായ ചെറ്റയം ജയകുമാർ കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത്. എന്നാൽ MG കണ്ണൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി അപ്രതീക്ഷിതമായ ഒരു ആഘാതമാണ് പകർന്നു നൽകിയത്. അതിനാൽ തന്നെ MG കണ്ണൻ്റെ പകരക്കാരെ കണ്ടെത്തുവാനുള്ള തീവ്രമായ ഒരു യജ്ഞത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏർപ്പെട്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ ശരിയാകുകയാണെങ്കിൽ ഈ സംവരണ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് മത്സരിപ്പിക്കാനിരിക്കുന്നത് രമ്യ ഹരിദാസിനെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ MP കൂടിയായ രമ്യ ഹരിദാസ് എന്ന യുവ വനിതാ സ്ഥാനാർത്ഥി ഇവിടെ മത്സരത്തിനിറങ്ങിയാൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു മേൽക്കൈ ഉറപ്പിക്കുവാൻ കഴിയുമെന്നും സ്ത്രീകളുടെ അടക്കം വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. UDF തരംഗത്തിൻ്റെ കൂടി ആനുകൂല്യത്തിൽ രമ്യ ഹരിദാസിൻ്റെ വിജയം അടൂരിൽ നിന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ 2026 പത്തനംതിട്ട ജില്ലയിലെ സംവരണ സീറ്റായ അടൂരിൽ നിന്ന് രമ്യ ഹരിദാസ് കോൺഗ്രസിനു വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കോന്നിയാണ്. കോന്നിയെ സംബന്ധിച്ച് 2 പതിറ്റാണ്ടിലധികം കാലം ഇപ്പോൾ ആറ്റിങ്ങൽ MP ആയ UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ അടൂർ പ്രകാശ് 2019 പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം കോന്നി മണ്ഡലം UDFനും കോൺഗ്രസിനും കൈവിട്ടു പോകുകയായിരുന്നു. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും CPMന് വേണ്ടി മത്സരിച്ച യുവ നേതാവ് KU ജനീഷ് കുമാറാണ് കോന്നിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മണ്ഡലം ഏതു വിധേനയും തിരികെ പിടിക്കുവാനുള്ള സജീവമായ ആലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് MP സ്ഥാനം അലങ്കരിക്കുന്ന അടൂർ പ്രകാശിനെ കോന്നിയിലേക്ക് തിരികെ എത്തിപ്പിച്ചും മത്സരിക്കണമെന്ന ആവശ്യം സജീവമായി ഉയർന്നു വരുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് MP ആണെങ്കിൽ കൂടിയും അടൂർ പ്രകാശിന് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇളവ് നൽകി കോന്നി തിരികെ പിടിക്കുവാൻ അദ്ദേഹത്തെ അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും അടൂർ പ്രകാശിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ അയക്കുമ്പോൾ മന്ത്രി പദവിയൊന്നും അധികാരം ലഭിച്ചാൽ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. എന്നിരുന്നാൽ പോലും സീനിയർ നേതാവായ അടൂർ പ്രകാശ് കോന്നി തിരികെ പിടിച്ച് UDFന് വേണ്ടി ഈ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ചാൽ ഉറപ്പായും 2026 UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രി പദവിയിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. അതിന് സാമുദായികമായ ചില ഘടകങ്ങൾ കൂടി അടൂർ പ്രകാശിന് അനുകൂലമായി വരുന്നുണ്ട്. കാരണം ഈഴവ സമുദായത്തിന് ആനുപാതികമായ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെങ്കിൽ അടൂർ പ്രകാശിനെ പോലൊരു നേതാവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്ന കണക്കൂട്ടലാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും അടൂർ പ്രകാശ് തിരികെ കോന്നിയിലേക്ക് മത്സരത്തിനായി എത്തിയാൽ അനായാസം CPMൽ നിന്ന് ഈ മണ്ഡലം തിരികെ പിടിക്കാമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചു വെച്ചിരിക്കുന്നത്. UDFനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ അവർ ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം ആറന്മുളയാണ്. കഴിഞ്ഞ 2 ടേമുകളായി ആറന്മുള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുന്നത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. CPMനോടുള്ള ജനങ്ങളുടെ എതിർപ്പും ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വീണ ജോർജിനെതിരെ ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങളും ആറന്മുള മണ്ഡലത്തിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസമാണ് UDF കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ആറന്മുളയിലേക്ക് ഒന്നിലധികം പേരുകൾ സ്ഥാനാർത്ഥിത്വത്തിനായി ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആറന്മുളയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ യുവ നേതാക്കളായ അബിൻ വർക്കിയുടെയും വിജയ് ഇന്ദുചൂഡൻ്റെയുമാണ്. വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനാണ്. അബിൻ വർക്കിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ 2 പേർക്കും അനുകൂലമാണെന്നുള്ളത് ഇവിടെ ആരെ തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം സമ്മാനിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്നത് അബിൻ വർക്കിയോ വിജയ് ഇന്ദുചൂഡനോ തന്നെയാകും ഈ മണ്ഡലത്തിൽ നിന്ന് UDFന് വേണ്ടി സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ പോകുന്നത് എന്ന കാര്യമാണ്. ഇവരിൽ 2 പേരിൽ ആര് മത്സരിച്ചാലും വീണ ജോർജിൻ്റെ പരാജയം ഉറപ്പാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്.
ഇത്തരത്തിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDFിൽ ഒരു അന്തിമ രൂപരേഖ പത്തനംതിട്ട ജില്ലയിൽ തയ്യാറായിട്ടുണ്ട് എന്ന് UDF കേന്ദ്രങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഈ മണ്ഡലങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന പൊതു അഭിപ്രായം പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിലെ 5-ൽ 5 സീറ്റുകളും പിടിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു വലിയ അട്ടിമറി സൃഷ്ടിക്കുവാൻ, രാഷ്ട്രീയ അട്ടിമറി സൃഷ്ടിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന അവകാശവാദവും UDF നേതൃത്വം ഇവിടെ ഉയർത്തുന്നുണ്ട്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്ന ആദ്യ ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവേണ്ട സാഹചര്യമില്ല. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.